ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിന്റെ പ്രതിസ്ഥാനത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം 2019 തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഭരണസമിതിയുമുണ്ട്. ദേവസ്വം നിയമങ്ങൾ മുഴുവൻ ലംഘിച്ചാണ് പോറ്റിയുടെ കയ്യിൽ ശില്പത്തിന് പാളികളും തകിടുകളും കൊടുത്തുവിടാനുള്ള ഉത്തരവ് ഭരണസമിതി ഇറക്കിയത്. ഉത്തരവിൽ ഒരിടത്തും സ്വർണം പൂശിയ പാളികളാണെന്ന് പറയുന്നുമില്ല. 2019 ജൂലൈ 19 ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം ദ്വാരപാലക ശില്പത്തിന്റെ പാളികളും വടക്ക് കിഴക്ക് മൂലയിലുള്ള തകിടുകളും സ്വർണം പൂശാൻ കൊടുത്തുവിടാൻ ഉത്തരവിറക്കുന്നത്. 20 സന്നിധാനത്ത് നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയ പാളികളിൽ സ്വർണം പൂശിയിട്ടുണ്ടെന്ന് ഉത്തരവിൽ ഒരിടത്തും പറയുന്നില്ല. ചെമ്പെന്നാണ് എല്ലായിടത്തും രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഓഗസ്റ്റ് 29 അത് ചെന്നൈയിലെത്തിച്ചത്. 40 ദിവസത്തെ കാലതാമസം വന്നിട്ടും ബോർഡ് അത് അന്വേഷിച്ചിരുന്നുമില്ല. 1934 തിരുവിതാംകൂർ സർക്കാരിന്റെ ദേവസ്വം നിയമത്തിലും 1954 ദേവസ്വം റെഗുലേഷനിലും ക്ഷേത്രത്തിലെ വിലപിടിപ്പുള്ള വസ്തുക്കൾ ക്ഷേത്ര പരിസരത്ത് വെച്ച് തന്നെ അറ്റകുറ്റപ്പണി ചെയ്യണമെന്ന നിയമം പൂർണ്ണമായി ലംഘിച്ചാണ് പോറ്റിയുടെ കൈവശം കൊടുത്തുവിട്ടത്. ദേവസ്വം ബോർഡിന് കീഴിലുള്ള 1254 അമ്പലമുണ്ട്. ഈ അമ്പലങ്ങളിലെല്ലാം തിരുവാഭരണങ്ങളുണ്ട്. ഇതിന്റെ സൂക്ഷിപ്പുണ്ട്. അതിന് അറ്റകുറ്റ കേടുപാടുകൾ വരാറുണ്ട്. അത് തീർക്കാറുണ്ട്. വളരെ വ്യക്തമായി നിയമം പറയുന്നുണ്ട്, ക്ഷേത്രത്തിന്റെ പെർമിഷത്തിൽ ഒരു സീനിയർ ഉദ്യോഗസ്ഥന്റെ സാമീപ്യത്തിൽ മാത്രമേ ഈ ജോലി ചെയ്യാവൂ, അതും ഡേ ലൈറ്റിലേ ചെയ്യാവൂ എന്നാണ് കർശനമായ നിയമങ്ങൾ. ചട്ടലംഘനം വ്യക്തമാണ്. നിലവിലുള്ള ഭരണസമിതിയും സെപ്റ്റംബർ 8 പാളികൾ സ്വർണം പൂശാൻ വീണ്ടും ചെന്നൈയിലേക്ക് കൊണ്ടുപോയി. അതിലും നിയമലംഘനമുണ്ട്. റാഹിസ് റഷീദ്, റിപ്പോർട്ടർ, തിരുവനന്തപുരം. ശബരിമലയിലെ സ്വർണ്ണപ്പാളിയെ ചൊല്ലി പത്തനംതിട്ട CPIM-ൽ തുറന്ന പോര്. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരാണ് ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളുമായി രംഗത്തെത്തിയത്. ക്ഷേത്രത്തിന്റെ മുതലാണോ അത് ആ ക്ഷേത്ര പെർമിഷൻസിൽ വെച്ച് തന്നെ അതിനാവശ്യമായിട്ടുള്ള മെയിൻ്റനൻസ് നടത്തുന്നത്. നിയമപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് വിരുദ്ധമായി ചെയ്താൽ നിയമത്തിന് വിരുദ്ധമാണ്. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും CPIM നേതാവുമായ K അനന്തഗോപൻ ഉന്നയിച്ച ഈ വിമർശനത്തിനാണ് A പത്മകുമാർ ഇന്ന് മറുപടിയുമായി എത്തിയത്. ഏത് അന്വേഷണവും നടക്കട്ടെ എന്നാണ് വെല്ലുവിളി. ഞാൻ പ്രസിഡന്റായിരുന്ന് എന്റെ ഭാഗത്ത് ശബരിമല ആചാരത്തിന് വിരുദ്ധമായിട്ടോ നിയമത്തിന് വിരുദ്ധമായിട്ടോ എന്തെങ്കിലും ഞങ്ങളുടെയൊക്കെ കാലത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ പരിശോധിക്കണം. അതിനിടെ CPIM പ്രതിനിധിയായിരുന്ന VGK മേനോൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന കാലത്ത് പ്രത്യേക അനുമതി വാങ്ങിയാണ് ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിൽ വ്യവസായി വിജയ് മല്യ സ്വർണം പൊതിഞ്ഞതെന്ന് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് G രാമൻ നായർ ഇന്ന് ആരോപണം ഉന്നയിച്ചു. ദ്വാരപാലക ശില്പം വീണ്ടും നിറം മങ്ങിയും ഇതിനോട് ചേർന്ന് യോജിക്കാത്തതും ഒരു വൃത്തികേട്ടിന്റെ രൂപത്തിലേക്ക് കാര്യങ്ങൾ വന്നു. അപ്പോൾ വിജയമല്യ പറഞ്ഞു അതും ഞങ്ങൾ ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അതിനും എനിക്ക് കോടതിയിൽ പെർമിഷൻ വാങ്ങിച്ചു. ശബരിമലയെക്കുറിച്ച് നിലവിലുയരുന്ന വിവാദങ്ങളിൽ വിഷമമുണ്ടെന്ന് 2019 ശബരിമല മേൽശാന്തിയായിരുന്ന സുധീർ നമ്പൂതിരിയും പറഞ്ഞു. റിപ്പോർട്ടർ, പത്തനംതിട്ട.